നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ ക്ഷേത്രവിശേഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചേപ്പാട് മേജർ രാമപുരം ദേവീക്ഷേത്രത്തിലാണ്. രാമപുരത്തമ്മ വളരെയേറെ ശക്തിവിശേഷങ്ങൾ നിറഞ്ഞ ഭഗവതിയാണ്, ഇഷ്ടവരപ്രദായിനിയാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവിശേഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓണാട്ടുകരയുടെ ആത്മാവായി തെളിയുന്ന രാമപുരത്തമ്മ വാഴുന്ന ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സഞ്ചാരം. അമ്മേ മഹാമായേ, ഓണാട്ടുകരയുടെ ഓരോ മണ്ണിലും നിന്റെ ചുവടുകൾ പതിഞ്ഞിരിക്കുന്നു. കാറ്റിന്റെ ശബ്ദത്തിൽ പോലും കേൾക്കാം രാമപുരത്തമ്മയുടെ വിളി. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, നമസ്തസ്യേ 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 നമോ നമഃ. സകല ജീവജാലങ്ങളിലും ശക്തിയായി വാഴുന്ന ദേവിക്ക് എൻ്റെ വിനീത നമസ്കാരം. കേരളത്തിൻ്റെ ക്ഷേത്ര പാരമ്പര്യത്തിൽ ചരിത്രവും വിശ്വാസവും വീരവും ഒരുമിച്ച് ചേർന്ന അപൂർവ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം. മേജർ രാമപുരം ഭരണിക്കാവ് ദേവീക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനു സമീപം ചേപ്പാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ദേശീയപാതയ്ക്ക് സമീപം നൂറ്റാണ്ടുകളുടെ മഹത്വം മൗനമായി പറയുന്ന ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. കിഴക്കോട്ട് ദർശനം നൽകുന്ന ശ്രീ ഭുവനേശ്വരി, വടക്കോട്ട് ഉഗ്രരൂപത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ശ്രീ ഭദ്രകാളി. ഒരേ മണ്ഡപത്തിൽ ഒരേ മഹത്വത്തിൽ രണ്ട് ദേവീശക്തികൾ വാഴുന്ന അപൂർവ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രത്യേകതയിലേക്ക് നമുക്ക് കടക്കാം. താഴ്ന്ന മണ്ഡപം, പടിയില്ലാത്ത പ്രതിഷ്ഠ, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ദേവീശക്തി. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അമ്മയുടെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവപ്പെടുന്നതാണ്. ഓണാട്ടുകരയുടെ രാജ്യദേവതയായിരുന്ന രാമപുരത്തമ്മ പഴയ കായംകുളം രാജ്യത്തിന്റെ ആത്മീയ ശക്തി കേന്ദ്രം തന്നെയായിരുന്നു ഈ ക്ഷേത്രം. മാർത്താണ്ഡവർമ്മയും ശ്രീചക്രവുമായി അഭേദ്യമായ ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട്. ചരിത്രം പറയുന്നത് രാമപുരത്തമ്മയുടെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരുന്ന അത്യന്തം പവിത്രമായ ശ്രീചക്രം കായംകുളം രാജവംശത്തിന്റെ ആത്മീയ ശക്തിയായിരുന്നു. ആ ശ്രീചക്രം നഷ്ടപ്പെട്ടതോടെയാണ് കായംകുളം രാജ്യം ദുർബലമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം തിരുവിതാംകൂറിന്റെ മഹാരാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കുകയുണ്ടായി. ചരിത്രവും വിശ്വാസവും ഇവിടെ ഒന്നാകുന്നു. നമുക്കിനി ഉപദേവതാ ക്ഷേത്രങ്ങളുടെ മഹത്വം കൂടി ഒന്ന് പരിശോധിക്കാം. ഈ ക്ഷേത്രം ഒരു ദേവീക്ഷേത്രം മാത്രമല്ല, ആചാരങ്ങളുടെ ജീവിക്കുന്ന പാരമ്പര്യമാണ്. ഇവിടെ കന്നിമൂലയിൽ ശ്രീ ഗണപതി വാഴുന്നു. തെക്ക് പടിഞ്ഞാറ് ബ്രഹ്മരക്ഷസും വടക്ക് പടിഞ്ഞാറ് നാഗരാജാവും നാഗയക്ഷിയും, അറുകൊല വല്യച്ഛനും യക്ഷിയമ്മ, ശില്പിരക്ഷസ് എന്നിങ്ങനെ അനവധി ദൈവ സാന്നിധ്യങ്ങൾ ഭക്തർക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുന്നു. ഇവിടുത്തെ സരസ്വതി നടയും വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. വർഷത്തിൽ 3 ദിവസം മാത്രം തുറക്കുന്ന ഒരു ദിവ്യവാതിൽ ഇവിടെയുണ്ട്. അതാണ് സരസ്വതി നട. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ഈ ദിവസങ്ങളിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹം പഴുക്ക മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ആയിരക്കണക്കിന് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാൻ ഇവിടെ എത്തുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുതി പൂജയും ചാന്താട്ടവും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. രാത്രിയുടെ ചുവന്ന പ്രകാശത്തിൽ ചെണ്ടമേളത്തിന്റെ ശബ്ദം അലയടിക്കുകയാണ്. വെള്ളി, ചൊവ്വ, ഞായർ എന്നീ ദിവസങ്ങളിൽ രാമപുരത്ത് രാത്രികൾ ഉണരുന്നത് ചാന്താട്ടത്തിന്റെയും ഗുരുതി പൂജയുടെയും ദിവ്യഭാവത്തിലാണ്. മീനഭരണി നാളിലെ ഉച്ചഗുരുതി ആയിരങ്ങൾ കാത്തിരിക്കുന്ന അത്യപൂർവ അനുഭവമാണ്. അമ്മയുടെ ഉഗ്രരൂപം ഭക്തന്റെ ഭയം ദഹിപ്പിക്കുന്നു. രാമപുരത്തമ്മയുടെ ജീവിത ഓണാട്ടുകരയുടെ ആത്മാവാണ്. ഓണാട്ടുകരയുടെ ജീവതാളം ജീവിത എഴുന്നള്ളത്താണ്, അഥവാ പറയെടുപ്പ് മഹോത്സവം. കേരളത്തിന്റെ ക്ഷേത്ര പാരമ്പര്യത്തിൽ അസാധാരണ മഹത്വമുള്ള ആചാരമാണിത്. എന്നാൽ ലോകത്തിലെ ആദ്യ കെട്ടുജീവിത, ഏറ്റവും പഴക്കമേറിയ കെട്ടുജീവിതകളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. അതാണ് രാമപുരത്തമ്മയുടെ ജീവിത. കായംകുളം രാജാക്കന്മാർ നിർമ്മിച്ചതായി വിശ്വസിക്കുന്ന ഈ കണ്ണാടി ജീവിത ഓണാട്ടുകരയുടെ രാജമഹിമയുടെ പ്രതീകമാണ്. 18 പറ നെല്ലിന്റെ തൂക്കം, മുന്നിലേക്ക് അല്പം കുനിഞ്ഞ് ചെറിയ ആട്ടത്തോടെ നീങ്ങുന്ന രാമപുരം ജീവിതയുടെ ഭാവവിശേഷങ്ങൾ. ഇതൊരു കാഴ്ചയല്ല, അത് ഒരു ദിവ്യ അനുഭവമാണ്.
18 മേളത്തിൻ്റെ അകമ്പടിയോടെ രാമപുരത്തമ്മ പറക്കെഴുന്നള്ളുമ്പോൾ ഓണാട്ടുകരയുടെ മണ്ണ് പോലും കോരിത്തരിക്കുന്നതാണ്. 44 കരകളിലേക്ക് അമ്മയുടെ യാത്ര. അത് വെറും എഴുന്നള്ളത്തല്ല, അമ്മ തൻ്റെ മക്കളെ കാണാൻ പോകുന്ന അപൂർവ നിമിഷങ്ങളാണ്. ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ച് ചാമരക്കാറ്റിൽ ദീപം കത്തിച്ച് കരകളെല്ലാം കടന്നെത്തും കരുണാമയ്യായ രാമപുരത്തമ്മ. അനേകം കലാകാരന്മാർക്കും പ്രശസ്ത വ്യക്തികൾക്കും ജന്മം നൽകിയ നാടുകൂടിയാണ് രാമപുരം. കലയും ഭക്തിയും സംസ്കാരവും ഒരുമിച്ച് ഒഴുകുന്ന ദേശം. ഇന്നും ആയിരക്കണക്കിന് ഭക്തരുടെ അവസാന ആശ്രയമാണ് രാമപുരത്തമ്മ. കണ്ണീരോടെ എത്തുന്നവർ പ്രതീക്ഷയോടെ മടങ്ങുന്നു. ഭയത്തോടെ വരുന്നവർ ധൈര്യത്തോടെ തിരികെ പോകുന്നു. അമ്മേ മഹാമായേ, ഓണാട്ടുകരയുടെ ആത്മാവേ, കരകളെ കാത്തുനിൽക്കുന്ന കാവൽ ദേവതേ, രാമപുരത്തമ്മേ, ഞങ്ങളെയും കാത്തരുളേണമേ. സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. രാമപുരത്തമ്മയുടെ മാഹാത്മ്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്കും ലഭിക്കട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള ദേവീക്ഷേത്രങ്ങളുടെയും തീർത്ഥയാത്രകളുടെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാനായി തീർത്ഥയാത്ര എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അല്ലാത്ത പക്ഷം അമ്മേ മഹാമായേ എന്നൊന്ന് കമൻ്റ് ചെയ്യുക. അമ്മയുടെ അനുഗ്രഹം അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.